തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ഭാഗമായി അംഗീകൃത ഷൂട്ടർമാർ തോക്കുകൾ സറണ്ടർ ചെയ്തതോടെ ആശങ്കയിലാണ് മലയോര കർഷകർ. കാട്ടുപന്നി ആക്രമണം ശക്തമായ മലയോര മേഖലകളിൽ ബദൽ സംവിധാനം കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കഴിഞ്ഞ രാത്രിയിലും കോഴിക്കോട് കട്ടിപ്പാറ സ്വദേശി ബിബിന്റെ കൃഷിയിടത്തിൽ കാട്ടുപന്നി ഇറങ്ങി വ്യാപകമായി കൃഷിനാശം വരുത്തി. പണ്ട് ഈ പറഞ്ഞ ഈ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ കപ്പയും വാഴയും എല്ലാം നട്ടുകൊണ്ടിരുന്നായിരുന്നു. ഇത് വന്ന് ഡെയിലി വന്ന് കുത്തിക്കളയുന്നു. നമ്മൾ ഇടുന്നു, പിറ്റേ ദിവസം ഒരാഴ്ച അത് പൊന്തേണ്ട ആവശ്യമില്ല, അന്നേരേ വന്ന് കുത്തിക്കളയുന്നു. ഇപ്പം അതുകൊണ്ട് ഞങ്ങൾ ഈ കൃഷി പരിപാടി നിർത്തി. ഇതിനകത്ത് ഇപ്പോൾ വരുന്നത് ഈ ചെറിയ കാനയായിരുന്നു. ഇപ്പം നോക്കി എത്ര വലുതായിട്ട് അതിങ്ങനെ കുത്തി ആക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അതും ഞങ്ങൾ നിർത്തി. അപ്പം അതിൻ്റെ സൗകര്യത്തിന് വന്ന് പണിത് അവർ പോകുന്നു. കേരളത്തിലെ മലയോര പഞ്ചായത്തുകളിൽ വനം വകുപ്പുമായി സഹകരിച്ച് ലൈസൻസ് ഉള്ള തോക്കുടമകളെ സർക്കാർ അംഗീകൃത ഷൂട്ടർമാരായി നിയമിച്ച കൃഷിയിടത്തിലിറങ്ങുന്ന പന്നികളെ കൊല്ലുകയായിരുന്നു പതിവ്. എന്നാൽ തിരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ഭാഗമായി ലൈസൻസ് ഉള്ള തോക്കുകൾ ജില്ലാ ഭരണകൂടത്തെ ഏൽപ്പിക്കേണ്ടി വന്നത് കർഷകരിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ്. കട്ടിപ്പാറ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മലയോര മേഖലയായ ഈ പ്രദേശത്ത് കാട്ടുമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ്. അതുമൂലം നമ്മൾ ചെറുകിട കൃഷികളായിട്ടുള്ള കപ്പയും വാഴയും മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങളും കൃഷികളും മുഴുവൻ ഇവിടെ ആരും തന്നെ കൃഷി ചെയ്യാത്ത ഒരവസ്ഥ എത്തിയിരിക്കുകയാണ്. ചെറിയ കാടുകളിലാണ്, ഇപ്പം മലമടക്കുകളിലല്ല ഈ പന്നിയുള്ളത്. നാട്ടിൻ പ്രദേശങ്ങളിൽ ഇത് സർവ്വസാധാരണമാണ്. സന്ധ്യ മയങ്ങുന്നതോടുകൂടെ ഇവ റോഡുകളിലേക്ക് ചാടുകയും യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ഈ തോക്ക് സറണ്ടർ ചെയ്ത് പോലീസ് സ്റ്റേഷനിലൊക്കെ ചാരി വെച്ചതായതുകൊണ്ട് ഇപ്പോൾ ഒരു കാട്ടുപന്നി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് വെടിവെച്ച് കൊല്ലാനുള്ള യാതൊരു സാധ്യതയില്ല, തോക്കില്ല. അതുകൊണ്ട് ഇപ്പം ചാരി വെച്ചിരിക്കുന്ന തോക്ക് മലയോര പ്രദേശങ്ങളിലേക്ക് 1-2 ഷൂട്ടർമാർക്ക് തോക്ക് ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ ഇപ്പോൾ ഉണ്ടാകണം. മലയോര ജനതയുടെ ആശങ്കയകറ്റുന്നതിന് വേണ്ടി അംഗീകൃത ഷൂട്ടർമാരുടെ തോക്കുകൾ ജില്ലാ അധികാരികൾക്ക് സറണ്ടർ ചെയ്യുന്നത് ഒഴിവാക്കുകയോ ബദൽ സംവിധാനം കണ്ടെത്തുകയോ വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. മീഡിയ 1 കോഴിക്കോട്.